الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. وأقسموا بالله جهد أيمانهم لئن جاءهم نذير ليكونن أهدى من إحدى الأمم فلما جاءهم نذير ما زادهم إلا نفورا استكبارا في الأرض ومكر السيء ولا يحيق المكر السيء إلا بأهله فهل ينظرون إلا سنة الأولين فلن تجد لسنة الله تبديلا ولن تجد لسنة الله تحويلا أولم يسيروا في الأرض فينظروا كيف كان عاقبة الذين من قبلهم وكانوا أشد منهم قوة وما كان الله ليعجزه من شيء في السماوات ولا في الأرض إنه كان عليما قديرا ولو يؤاخذ الله الناس بما كسبوا ما ترك على ظهرها من دابة ولكن يؤخرهم إلى أجل مسمى فإذا جاء أجلهم فإن الله كان بعباده بصيرا. الحمد لله. നമ്മൾ ഇന്ന് സൂറത്തു ഫാത്തിറിന്റെ അവസാനത്തെ 4 ആയത്തുകളാണ് പാരായണം ചെയ്തത്. സൂറത്തു ഫാത്തിർ കേവലം 45 ആയത്തുകളുള്ള അള്ളാഹുവിന്റെ സംസാരങ്ങൾ അടങ്ങിയ ഒരു സൂക്തം, ഒരു സൂറത്ത്. മക്കിയായ സൂറത്തുകളിൽ തന്നെ ഒരുപാട് മക്കിയായ സന്ദേശങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സൂറത്ത്. ഓരോ സൂറത്തും വായിക്കുകയും അത് പഠിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. സൂറത്തു ഫാത്തിർ 45 ആയത്തുകളുള്ള ഒരു സൂറത്താണെങ്കിലും ആ 45 ആയത്തുകളും വളരെ ശക്തമാണ്. കാരണം അത് അള്ളാഹുവിന്റെ കലാമാണ്. ഇന്നോദിയ ഈ അവസാനത്തെ 4 ആയത്തും എത്രമാത്രം ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ ഓർത്തുവെക്കേണ്ടതാണ് എന്നാണ് അതിന്റെ സാരം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അള്ളാഹു ഈ അർത്ഥതലങ്ങളെ മനസ്സിലാക്കാനും അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാനും അള്ളാഹു തൗഫീക്ക് ചെയ്യുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ മുഅ്ജിസത്ത് അത് വിശുദ്ധ ഖുർആനാണ്. നബി ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന ദിവസങ്ങൾ, പ്രത്യേകിച്ച് റബീഉൽ അവ്വൽ എന്നൊക്കെ പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചുള്ള ഒരുപാട് സംസാരങ്ങൾ നമ്മുടെ ചുറ്റുപാടും നമ്മൾ എന്ത് ചെയ്യണം, കേട്ടുകൊണ്ടിരിക്കുന്നു. നമ്മൾ നബിയെ ധാരാളം ഓർത്തുകൊണ്ടിരിക്കുന്നു. നബിയോട് ഏറ്റവും കൂടുതൽ അടുത്തു നിൽക്കുന്നവൻ, നാളെ പരലോകത്ത് നബിയോട് ഏറ്റവും കൂടുതൽ അടുത്തു നിൽക്കുന്നവൻ ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അതാണ്. ജനങ്ങളുടെ കൂട്ടത്തിൽ എന്നോട് ഏറ്റവും കൂടുതൽ അടുത്തു നിൽക്കുന്നവൻ അക്സറുഹും സ്വലാത്തൻ, അല്ലെ, അക്സറുഹും അലയ്യ സ്വലാ, എൻ്റെ മേൽ ധാരാളം സ്വലാത്ത് ചൊല്ലിയവനാണെന്ന്. ഇന്നിപ്പോ നമുക്ക് കാണാം, ലോകത്ത് ഇവിടെ അറിയപ്പെട്ട ഏതെങ്കിലും സെലിബ്രിറ്റികളൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും തിക്കും തിരക്കും കൂട്ടുന്ന അടുത്തുനിന്ന് സെൽഫി എടുക്കാൻ, ദുനിയാവിന്റെ കാര്യത്തിന്റെ വിഷയത്തിൽ. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം പരലോകത്ത് ഒട്ടി നിൽക്കാൻ അർഹത ആർക്കാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലിയവൻ കാണുന്നാൻ. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അള്ളാഹു സുബ്ഹാനഹു വ തആല നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നു, അഥവാ അനുഗ്രഹം ചെയ്യുന്നു, റഹ്മത്ത് ചെയ്യുന്നു. മലായികത്തുകളും തിരുനബിക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? സ്വലാത്ത് ചൊല്ലുന്നു, അഥവാ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു. മുഅ്മിനീങ്ങളെ, യാ അയ്യുഹല്ലദീന ആമനു, മുഅ്മിനീങ്ങളെ, സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. ഇത് ഒരു
ദിവസങ്ങളിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാസങ്ങളിലോ മാത്രം നിറഞ്ഞു നിൽക്കുന്നതല്ല എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. മരണം വരെ, ജീവിതത്തിൽ ഈ ആയുസ് നിലക്കും വരെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നവനാണ് യഥാർത്ഥ സത്യവിശ്വാസി എന്നാണ്. അള്ളാഹു നമ്മുടെ സ്വലാത്തുകൾ സ്വീകരിക്കുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് തുടക്കത്തിൽ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം നബിയുടെ വേർപാടിന്റെ ഓർമ്മപ്പെടുത്തലാണ് റബീഉൽ അവ്വൽ മാസം എന്നുള്ളതും ചരിത്രകാരന്മാർ രേഖപ്പെടുത്തി. ഒരു സമൂഹം, മുസ്ലിം സമൂഹത്തിന്റെ ഏറ്റവും വലിയ ദുരന്തം എന്നാണ് പ്രവാചക വിയോഗത്തെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഒരാളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ടെൻഷൻ വന്നാൽ, നിങ്ങൾ ആർക്കെങ്കിലും വല്ല മുസീബത്തും ബാധിച്ചാൽ അവൻ എന്ത് ചെയ്യട്ടെ? എന്നാൽ ഉണ്ടാകുന്ന മുസീബത്തിനെ സംബന്ധിച്ച് അവൻ ഓർത്തുകൊള്ളട്ടെ എന്നാണ്. എന്താ നബിയാൽ ഉണ്ടാകുന്ന മുസീബത്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വേർപാടാൻ. അത് ഭയങ്കര മുസീബത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ഇനി വഹി വരാനില്ല. വഹി എന്ത് ചെയ്തു? ഇതാ ഈ വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ അവിടെ പൂർണ്ണമായി അതിന്റെ വിരാമം കുറിക്കുകയാണ്. അതിന്റെ വരവ് നിൽക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗത്തോടു കൂടി. പക്ഷേ ഖിയാമത്ത് നാൾ വരെ ഇറങ്ങിയ വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ എന്ത് ചെയ്യുന്നു? അള്ളാഹു നിലനിർത്തി ഭൂമിയിൽ. ഖിയാമത്ത് നാൾ വരെ ഇതിന്റെ ഒരു വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ നിലനിൽക്കുന്നു. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നന്നായി സ്നേഹവും ഇഷ്ടവും പ്രവാചകനെ അനുസരിക്കുകയും ചെയ്യുന്നവൻ വിശുദ്ധ ഖുർആനെ നെഞ്ചോട് ചേർത്തിട്ടാണ് എന്ത് ചെയ്യുക? ജീവിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചന്ദ്രനെ ഇങ്ങനെ പിളർത്തി കാണിച്ചു കൊടുത്തപ്പോൾ ആളുകൾക്ക് ഭയങ്കര അത്ഭുതം തോന്നി. മുജിസത്താൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവിരലുകൾക്കിടയിലൂടെ വെള്ളം ഇങ്ങനെ ഇറങ്ങി. ദാഹിച്ചു വലഞ്ഞ സമയത്ത് വെള്ളം കുടിച്ചതും സ്വഹാബത്ത് വുളു ചെയ്തതും ചരിത്രത്തിൽ നമ്മൾ വായിച്ചവരാണ്, ഹദീസുകളിൽ കണ്ടവൻ. നബിയുടെ മുജിസത്താൻ. അതൊന്ന് നേരിൽ കാണാനും അതിൽ കൗതുകം കൊള്ളാനും അത്ഭുതം കൊള്ളാനും നമുക്ക് എന്ത് ചെയ്തിട്ടില്ല, അന്ന് ആയുസ് കിട്ടിയിട്ടില്ല. പക്ഷെ ഇന്ന് നമ്മൾ നേരിൽ കാണുന്നത് ഏറ്റവും വലിയ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുഅ്ജിസത്താണ് വിശുദ്ധ ഖുർആൻ. അതിന്റെ ഓരോ വരികളും മഹാ അത്ഭുതമാണ്. അതിന്റെ ഓരോ വരികളും നമ്മളെ വല്ലാതെ ആവേശം കൊള്ളിക്കുന്നതാണ്. അതിലൊരു സൂറത്തു ഫാത്തിറിലെ 45 ആയത്ത് ഓതാനും പഠിക്കാനും അള്ളാഹു നമുക്ക് ആയുസ് തന്നിട്ടുണ്ടെങ്കിൽ, അതിന് അവസരം തന്നിട്ടുണ്ടെങ്കിൽ, അതിന് നമുക്ക് വന്നിരിക്കാൻ സമയവും സാഹചര്യവും അള്ളാഹു തന്നിട്ടുണ്ടെങ്കിൽ, വമാ തൗഫീഖി ഇല്ലാ ബില്ലാ, അത് അള്ളാഹുവിന്റെ തൗഫീഖ് മാത്രമാണ്. അത് ജീവിതത്തിൽ നിലനിൽക്കാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. ഖുർആൻ പഠനവുമായി ആയുഷിനെ പരമാവധി മുന്നോട്ട് കൊണ്ടുപോകുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് നമ്മൾ ഓതിയ ആയത്തും അതാണ്. കാരണം ഈ വിശുദ്ധ ഖുർആൻ ഇറങ്ങുന്ന സാഹചര്യത്തിൽ, സന്ദർഭങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എതിർത്ത ആൾക്കാർ, വിശുദ്ധ ഖുർആനെ പരിഹസിച്ച ആൾക്കാർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിച്ച ആൾക്കാർ, അവരുടെ ശാഠ്യത്തെ സംബന്ധിച്ച് അറബ് പറയുന്നത് വഖസമു ബില്ലാഹി ജഹദ ഐമാനിഹിം. വഖസമു ബില്ലാഹി ജഹദ ഐമാനിഹിം. അവർ അള്ളാഹുവിൽ സത്യം ചെയ്ത് പറഞ്ഞു, അവരെ കൊണ്ട് പറ്റാവുന്ന അത്ര സത്യങ്ങൾ. ഐമാൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? സത്യങ്ങൾ എന്നർത്ഥം. യമീൻ എന്ന വാക്കിന് സത്യം എന്നർത്ഥം. യമീനുള്ള വിശുദ്ധ ഖുർആൻ തന്നെ ഉപയോഗിച്ച വാക്കാണത്. ഐമാൻ എന്ന വാക്കിന്റെ അർത്ഥം അങ്ങനെ ഉണ്ട്, സത്യങ്ങൾ എന്നുള്ള അർത്ഥമുണ്ട്. ജഹദ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജിഹദ് പറഞ്ഞാല് ശരിക്ക് ജഹദ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പരിശ്രമം എന്നർത്ഥം. അവരെ കൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന അത്ര ശാഠ്യം പിടിച്ചിട്ട് അവരെന്ത് ചെയ്യണം? അക്സമു. എന്താ അക്സമു? സത്യം ചെയ്ത്. ഖസം, സത്യം ചെയ്തു. എന്താണ്? ലഇൻ ജാഅഹും നദീറുൻ. അവർ പറയാണ് ലഇൻ ജാഅഹും നദീറുൻ, അവരിലേക്ക് വരികയാണെങ്കിൽ, ആര്? നദീർ, ഒരു താക്കീതുകാരൻ വരികയാണെങ്കിൽ, ലയകൂനുന്ന, ആ അവരായിത്തീരും. ഈ ജനങ്ങൾ, ഞങ്ങളെ കൂട്ടത്തേക്ക് ഇനി ഒരു താക്കീതുമായി നല്ല ഉപദേശവുമായി ഒരാൾ വരികയാണെങ്കിൽ ഞങ്ങളായിത്തീരും. എന്തായിത്തീരും? അഹ്ദാ മിൻ ഇഹ്ദൽ ഉമം. അഹ്ദാ മിൻ ഇത് ഓതുമ്പോ ശ്രദ്ധിക്കണം, ഒന്ന് ഹ ആണ്, മറ്റേത് ഹ ആണ്. ഹ എന്നുള്ളത് അഹ്ദാ എന്നാ ഉപയോഗിക്കും, മറ്റേത് ഇഹ്ദാ. അപ്പൊ ആയത്ത് ഇങ്ങനെ ജാഅഹും നദീറുൻ ലയകൂനുന്ന അഹ്ദാ അഹ്ദാ മിൻ ഇഹ്ദൽ ഉമം. അഹ്ദാ മിൻ ഇഹ്ദൽ ഉമം. ഇഹ്ദ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്ന് എന്നാണ്. വാഹിദ് എന്നുള്ളതിന്റെ മുഅന്നസ് ആണ് എന്ത്? ഇഹ്ദ. അപ്പൊ അഹദ് എന്നുള്ളതിന്റെ മുഅന്നസ് ആയിട്ട് ഉപയോഗിക്കും ഇഹ്ദ. ഇപ്പൊ അഹദ് എന്ന് പറഞ്ഞാൽ ഒന്ന് എന്നാണ്. ഖുൽ ഹുവല്ലാഹു അഹദ്, ഒരുവൻ, ഒന്ന് എന്നൊക്കെ അർത്ഥം കിട്ടും. എന്നാൽ ഒരു സ്ത്രീക്ക് ഒന്ന് എന്ന് ഉപയോഗിക്കണമെങ്കിൽ ഇഹ്ദ എന്നാണ് ഉപയോഗിക്കുക. ഇഹ്ദൽ ബനാത്ത്, പെൺകുട്ടികളിൽ ഒരു പെൺകുട്ടി. എന്നാ അഹദുൽ ഔലാദ് എന്നാണ് എന്ത് ചെയ്യാ പറയാ. അപ്പൊ ഇഹ്ദ അവസാനം ഒരു യാ ഉണ്ടാവും. ഇഹ്ദ, ഇവിടെ ഇഹ്ദ അൽ ഉമം. അപ്പൊ ഒന്നാമത്തെ എന്നുള്ളതിനാണ് അത് ഉപയോഗിക്കാറുള്ളത് പലപ്പോഴും. ഇഹ്ദ, ഞങ്ങൾ ഒന്നാമത്തെ ആൾക്കാർ. അൽ ഉമം, ഉമമുകളിൽ ഒന്നാമത് ഞങ്ങളാകും. ഉമം, ഉമ്മത്തുൻ ജം ആണ് ഉമം.
സമുദായങ്ങൾ, ലോകത്തിനി കടന്നു വരാൻ പോകുന്ന ഉമ്മത്തുകളിൽ ഏറ്റവും നല്ല ഉമ്മത്താരാൻ അവരാകുമെന്ന് അവരെന്ത് ചെയ്തു? കഴിവിന്റെ പരമാവധി സത്യം ചെയ്തു. എങ്ങനെയാണെങ്കിൽ നദീർ, ഒരു നദീർ വരികയാണെങ്കിൽ, അവ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്നതിന് മുന്നേ ഉണ്ടേന്ന് അവരുടെ അവസ്ഥയാണ്. മക്കക്കാരെ സംബന്ധിച്ച്, ഖുറൈശികളെ സംബന്ധിച്ചിടത്തോളം നബി ഉണ്ടെന്ന് അവരിൽ ഇല്ല. ജൂതന്മാർക്ക് കിതാബിന്റെ പാരമ്പര്യമുണ്ട്, പ്രവാചകന്മാരുടെ പാരമ്പര്യമുണ്ട്, നസ്രാണികൾക്കും പാരമ്പര്യമുണ്ട്. അറബികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പാരമ്പര്യം ഇല്ല പറയാൻ. പക്ഷെ അവര് പറയാണ്, ഞങ്ങളിലേക്ക് ഇനി ഒരു നദീർ വന്നാൽ ഞങ്ങൾ ആരാകും? ഏറ്റവും ടോപ്പ് സമുദായം ആരാകും? ഞങ്ങളാകുമെന്ന് അവരെന്ത് ചെയ്തു? അഖ്സമു ബില്ലാഹി ജഹ്ദ ഐമാനിഹിം. ഖുറൈശികൾ പറഞ്ഞ വാക്കതാൻ. നിങ്ങൾ ആലോചിക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹ് തെരഞ്ഞെടുത്തത് ഭയങ്കര ഇസ്മായിൽ അലിഹിസ്സലാമിന്റെ സന്താന പരമ്പരകളിൽ നിന്ന് തന്നെ കിനാന ഗോത്രത്തെ അള്ളാഹ് തെരഞ്ഞെടുത്തു, അല്ലെ? കിനാന ഗോത്രം. ആ കിനാന ഗോത്രത്തിൽ നിന്ന് ഏറ്റവും നല്ല ഖുറൈശികൾ അള്ളാഹ് തെരഞ്ഞെടുത്തു. ഖുറൈശികളിൽ നിന്ന് തന്നെ ഏറ്റവും നല്ല ബനു ഹാഷിം ഗോത്രത്തിനെ തെരഞ്ഞെടുത്തു. റസൂൽ പറയാണ്, ഞാൻ ബനു ഹാഷിമിൽ പെട്ടവനാണ്. ആ ബനു ഹാഷിമിൽ നിന്ന് അള്ളാഹു തെരഞ്ഞെടുത്തത് ആരെയാണ്? എന്നെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ അറബികൾ പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഷയത്തിൽ പെരുമ കൊള്ളാറുണ്ടായിരുന്നു. ബനു ഹാഷിമുകളും അതുപോലെ തന്നെ മഖ്സൂമികളും തമ്മിലുണ്ടായിരുന്ന തർക്കം തന്നെ എന്തായിരുന്നു? മഖ്സൂമികൾ പലപ്പോഴും നബിനോടുള്ള അനിഷ്ടമല്ല, വ്യക്തിപരമായിട്ട് നബിനോട് ദേഷ്യമില്ല, നബി അൽ അമീനാണ് എന്നൊക്കെ അവർ വിശ്വസിച്ചവർ തന്നെയാണ്. പക്ഷെ നബി മഖ്സൂമികളുടെ കൂട്ടത്തിൽ നിന്ന് വന്നില്ല, ബനു ഹാഷിമിൽ നിന്നാണല്ലോ വന്നത് എന്നുള്ളത് കാരണം കൊണ്ട് മാത്രം ചെയ്തു നബി കൊണ്ടുവന്നതിനെ അംഗീകരിക്കാതെ പോയ ആൾക്കാരുണ്ട് ആ കൂട്ടത്തിൽ. ഞാൻ പറഞ്ഞു വരുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയോഗിതനാവുന്നതിന് മുമ്പ് ഖുറൈശികള്, അതിൽ അറബികൾ പറഞ്ഞ വാക്കാണ്, ഒരു നദീർ ഞങ്ങളിലേക്ക് വന്നാൽ ഞങ്ങൾ ആരാകും? ലയകൂനുന്ന അഹ്ദ, ഏറ്റവും സന്മാർഗമുള്ള. അഹ്ദ എന്ന വാക്ക് ഇസ്മു തഫ്ദീലാണ്. ഹിദായത്ത് കിട്ടിയ ഏറ്റവും നല്ല സന്മാർഗികൾ ആരാണ്? ഇഹ്ദൽ ഉമം, സമൂഹത്തിൽ ഏറ്റവും നല്ലൊരു സന്മാർഗികളായ സമുദായമായി ഞങ്ങൾ മാറുമെന്ന് അവർ പറഞ്ഞു. പക്ഷെ വന്നപ്പോഴോ, നബി വന്നപ്പോ അവർ സ്വീകരിച്ചോ? ഇല്ല. അങ്ങോട്ട് നോക്കി, ഫലമ്മാ ജാഅഹും നദീറുൻ, അവരിലേക്ക് ഒരു നദീർ വന്നപ്പോ, ആരാ നദീർ? അല്ലെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലെ? വമാ അർസൽനാക ഇല്ലാ മുബശ്ശിറ, അല്ലെ? അർസൽനാക മുബശ്ശിറൻ വനദീറ, നബിയെ ഞാൻ അങ്ങയെ മുബശ്ശിറായും നദീറായിട്ടും നിയോഗിച്ചു. ബഷീറൻ വനദീറ, വേറെ സൂറത്തിൽ ബഷീറായും നദീറായും ഞാൻ നിന്നെ പറഞ്ഞയച്ചു എന്നൊക്കെ പറഞ്ഞു. നദീർ, ഇവിടെ നദീർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീതുകാരൻ എന്നാണ്. ശിക്ഷയെ സംബന്ധിച്ച് താക്കീത് ചെയ്യുന്നവനാണ് നദീർ. ശരിക്കും ഇൻദാർ എന്ന് പറയും. നമ്മൾ കാറൊക്കെ യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോ ബെൽറ്റ് ഇട്ടിട്ടില്ലെങ്കിൽ അവിടെ ഇങ്ങനെ ഒരു ത്രികോണത്തിൽ ഇങ്ങനെ ഇത് കാണിക്കും, ഇൻദാർ. ശ്രദ്ധിച്ചിട്ട് മുന്നറിയിപ്പ് എന്നുള്ള അർത്ഥത്തിൽ ഇംഗ്ലീഷിൽ അവിടെ എന്തോ എഴുതലുണ്ടല്ലോ, അല്ലെ? എന്താണ്? വാണിംഗ് എന്നുണ്ട് എഴുതി കാണാം. ഇൻദാർ ശരിക്കും നദീർ എന്ന് പറഞ്ഞാൽ വാണിംഗ് നൽകുന്നവൻ എന്നാണ്. താക്കീത്, മുന്നറിയിപ്പ് നൽകുന്നവനാണ് ആര്? റസൂലുള്ളാഹി. ആ വാക്കിനെ ഓർക്കാൻ വേണ്ടി പറഞ്ഞു എന്നാണ്. നബി വന്നപ്പോ, നദീർ വന്നപ്പോ, മാ സാദഹും ഇല്ലാ നുഫൂറ, അവരില് എന്ത്? ദേഷ്യവും ഈർഷതയും കൂടി എന്നല്ലാതെ വേറൊന്നും സംഭവിച്ചില്ല. ഇതിനോടൊരു വെറുപ്പും അനിഷ്ടവും, എന്താണ്, അനുസരണയില്ലായ്മയും അവരിൽ വർദ്ധിച്ചു എന്നല്ലാതെ വേറൊന്നും സംഭവിച്ചില്ല. നുഫൂർ എന്ന വാക്കും നമുക്കറിയാം. നുഫൂർ എന്ന വാക്ക് ഇപ്പൊ ഉറുദുവിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. നഫറത്ത് ഉപയോഗിക്കാറില്ലേ ഉറുദുവില്? മഹബത്തിന്റെ ഓപ്പോസിറ്റ് അല്ല നഫറത്ത്, എനിക്ക് വെറുപ്പ് എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. ഇവിടെ നുഫൂർ എന്നുള്ളതും അതാണ്. ഒരു തരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അനിഷ്ടവും വൈരാഗ്യവും, അതല്ലെങ്കിൽ ആ കടന്നു വന്നതിനോടുള്ള എന്താണ്, അനുസരണയില്ലായ്മ മാത്രം വർദ്ധിച്ചു എന്നല്ലാതെ നബി അവരെന്ത് ചെയ്തില്ല? സ്വീകരിച്ചില്ല. ആരെപ്പോലെ? ജൂതന്മാരെ പോലെ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരവിനെ സംബന്ധിച്ച് മുൻകഴിഞ്ഞ വേദങ്ങളിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഫലമ്മാ ജാഅഹും മാ അറഫു, അവർക്കറിയാമായിരുന്ന ഒരു കാര്യം, നബി വരുമെന്നും ആ നബിയെ പിൻപറ്റണമെന്നുമുള്ള കാര്യം അവർക്ക് അറിഞ്ഞിട്ടും നബി വന്നപ്പോ കഫറു ബിഹി, അല്ലെ? മാ അറഫു കഫറു ബി, അറിഞ്ഞ കാര്യത്തെ അവരെന്ത് ചെയ്തു? നിഷേധിച്ചു കളഞ്ഞു എന്നാണ്. അവർക്കറിയാമായിരുന്നു നബിയെ പറ്റി. എങ്ങനെ അറിയും? യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും. അള്ളാഹ് പറഞ്ഞു, സ്വന്തം മക്കൾ ആൺകുട്ടികളെ അറിയുന്നത് പോലെ അവർക്ക് എന്ത് ചെയ്യാമായിരുന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയാമായിരുന്നു. പക്ഷെ നബി വന്നപ്പോൾ അവരെന്ത് ചെയ്തു? അതിൽ നിന്ന് പിന്തിരിഞ്ഞു കളഞ്ഞു എന്ന് പറഞ്ഞ പോലെ അറബികളുടെ അവസ്ഥ ഇതാണ്, ഖുറൈശികളുടെ അവസ്ഥയും ഇതാണ്. അവര് ഭയങ്കര വർത്തമാനം പറഞ്ഞ ആൾക്കാരാണ്, ജഹ്ദ ഈമാൻ ഇട്ടിട്ട് കസമ് ചെയ്ത ആൾക്കാരാണ്. പക്ഷെ നബി വന്നപ്പോൾ അവരെന്ത് ചെയ്തു? അതിനോട് അനിഷ്ടമുണ്ടായി എന്നല്ലാതെ ഇഷ്ടം അവർക്ക് തോന്നിയില്ല. എന്നിട്ട് അവർ കാണിച്ചത് ഇസ്തിക്ബാർ, കിബിർ, അല്ലെ? അഹങ്കാരം കാണിക്കുന്നതിനാണ് ഇസ്തിക്ബാർ എന്നത്. ഭയങ്കര വലിയ ആളുകളെ കൊച്ചാക്കി കാണിക്കുക. കിബിർ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ഞാൻ കബീറാണ് എന്നുള്ള തോന്നലാൻ.
അൽ കിബറു ബത്റുൽ ഹഖി വഗംതുൻ നാസ്, സത്യത്തെ നിഷേധിക്കലും ആളുകളെ കൊച്ചാക്കലുമാണ് എന്ത്? അഹങ്കാരം എന്ന് റസൂലുള്ള പറഞ്ഞു. സത്യം ശരിക്ക് ഖുർആനും പ്രവാചക ചര്യയും മുന്നിലുണ്ട്, പക്ഷെ അവരെന്ത് ചെയ്തു? അതിനെ നിഷേധിച്ചു. അത് കിബറാൻ. നബിയെ ഭ്രാന്തനെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മജ്നൂനും സാഹിറും ഷായിറും എന്നൊക്കെ പറഞ്ഞ നബി എന്ത് ചെയ്തു? അവർ അവഹേളിച്ചു, നബിനെ കൊച്ചാക്കി. ഇതൊക്കെ എന്താണ്? കിബറാൻ. നബി കൊണ്ടുവന്നതിനോട് അവർ പുറംതിരിഞ്ഞത് കിബറാൻ. ഇസ്തിക്ബാറൻ ഫിൽ അർള്, ഭൂമിയിൽ അവർ കാണിച്ച കിബറാണ്, അഹങ്കാരമാണ്. മക്ര സയ്യ്, അതുപോലെ തന്നെ അവർ കാട്ടിയത് എന്താണ്? ദുരുദ്ദേശങ്ങളാൻ, കുതന്ത്രം എന്നർത്ഥം. ശരിക്ക് മക്കർ എന്ന വാക്കിന്റെ അർത്ഥം മക്കർ അല്ലെ, വമക്കറു വമക്കറല്ലാഹ് വല്ലാഹു ഖൈറുൽ മാക്കിരീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് മക്കർ എന്ന വാക്കിനെ ചേർത്ത് പറയുകയാണെങ്കിൽ ഏറ്റവും നന്നായി തന്ത്രം പ്രയോഗിച്ചു എന്ന ചേർത്ത് പറയാം. എന്നാൽ മനുഷ്യരിൽ ആരെങ്കിലും മക്കർ കാണിച്ചു എന്ന് പറഞ്ഞാൽ അതിനെ അറബിയിൽ ഉപയോഗിക്കല് ഫിഖ്ഹുൽ ലുഗന്റെ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത് അത് നെഗറ്റീവായിട്ട് വരും. അഥവാ കുതന്ത്രം, ചതി, കുരുട്ടുബുദ്ധി, അതല്ലെങ്കിൽ ദുരുദ്ദേശം. അല്ലെ മക്കർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ അവർ മക്കർ പ്രയോഗിച്ചു. നബിനെ പല രീതിയിലും മക്കയിൽ നിന്ന് അട്ടിയോടിക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാനും നബി കൊണ്ടുവന്നതിലേക്ക് ആളുകൾ വരാതിരിക്കാനും എന്ത് ചെയ്തു? കുതന്ത്രം പ്രയോഗിച്ചു. പക്ഷെ എന്നിട്ടുണ്ട് ആൾക്കാർ ഇങ്ങോട്ട് വരാതെക്കുന്നു. അല്ലെ, ഇസ്ലാം വിശാലമായി. കുതന്ത്രം ഒരിക്കലും എന്ത് ചെയ്യൂല? നിലനിൽക്കൂല. അത് ഈ ആയത്ത് നമ്മുടെ ജീവിതവുമായി താരതമ്യം ചെയ്യണം. ഒരാളെ വഞ്ചിക്കാൻ നിൽക്കണമെങ്കിൽ നിലനിൽപ്പില്ല. ഒരാളെ കുതന്ത്രത്തിലൂടെ തള്ളിയിടാൻ നമുക്ക് വല്ല ദുരുദ്ദേശം ഉണ്ടെങ്കിൽ ദുരുദ്ദേശം നിലനിൽക്കൂല. അള്ളാഹു പറഞ്ഞു തരുന്ന ഒരു ആയത്ത് ശരിക്കും നമ്മള് ജീവിതത്തോട് തട്ടിച്ചു വായിക്കേണ്ടതാണ്. അഖീദ പഠിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ സ്വഭാവത്തെ, നമ്മുടെ വിശ്വാസത്തെ സംസ്കരിക്കാനും ഈ ആയത്തിന് എന്തുണ്ട്? ശക്തി ഉണ്ട്. റബ്ബ് പറയാണ്, അവര് കാണിച്ചു, മക്കയിലെ ആളുകള് നബിക്കെതിരെ ഒരുപാട് തന്ത്രം പ്രയോഗിച്ചു. മക്ര സെയ്യ്, സെയ്യ് എന്ന് പറഞ്ഞാൽ എന്താ? മോശമായത്, അല്ലെ, ഏറ്റവും മോശമായ വൃത്തികെട്ട പല കുതന്ത്രങ്ങളും അവർ പ്രയോഗിച്ചു. റബ്ബ് പറയാ, വലാ യഹീഖുൽ മക്റു അസ്സയ്യിഉ ഇല്ലാ ബിഅഹ്ലിഹി, വലാ യഹീഖുൽ മക്റു അസ്സയ്യിഉ ഇല്ല. ആരെങ്കിലും ചതിക്കാൻ ആർക്കെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലും സൂത്രത്തിൽ തകർക്കണമെന്ന് ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ വരി നെഞ്ചിൽ കുറിച്ച് വെക്കണം. ലാ യഹീഖുൽ മക്ർ, അല്ലെ, മക്ർ വലയം ചെയ്യുകയില്ല. എന്താ ഹാക്ക യഹീഖ്? ശരിക്കും നമ്മളെ ചുറ്റുകയില്ല, ഒരാളെ പൊതിയുകയില്ല. ചെയ്യാതെ ഇല്ലാ ബി അഹ്ലിഹി, അതിന്റെ ആളെ അല്ലാതെ. അതിന്റെ ആള് എന്ന് പറഞ്ഞാൽ ദുരുദ്ദേശം നടത്തുന്നവൻ ആരാണോ അവനെ തന്നെ അതെന്താകും? നമ്മളറിയില്ലേ, താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴുന്നറിയില്ലേ നമ്മൾ സാധാരണ മലയാളത്തിൽ. അള്ളാഹ് പറയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഒരാൾ ദുരുദ്ദേശവുമായി നടക്കുന്നുണ്ടെങ്കിൽ ആ ദുരുദ്ദേശം അവൻക്ക് തന്നെ എന്താകും? ദുരന്തമാകും. അവൻക്ക് തന്നെ ദുരന്തമാവും. മറ്റാള് അല്ലെ കുറച്ചേരം കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അയാൾക്ക് പിന്നെ അയാളുടെ ജീവിതത്തിൽ വിശാലതയും നന്മയും അള്ളാഹു നൽകുമെന്നാണ്. ഇവിടാണ് റബ്ബോടെ ഉണർത്തി, വലാ യഹീഖുൽ മക്റു സയ്യിഉ ഇല്ലാ ബി അഹ്ലിഹി. അഹ്ൽ എന്ന വാക്കിന്റെ അർത്ഥം അതിന്റെ ആള് എന്നുള്ള അർത്ഥത്തിലാണ്. അഹ്ലിഹി എന്ന് പറഞ്ഞാൽ അഹ്ലു സയ്യി, അഹ്ലുൽ മക്റു സയ്യി, ആ മോശപ്പെട്ട കാര്യം കുതന്ത്രം കാണിച്ചവൻ, ആ കുതന്ത്രം അവനെ തന്നെ വലയം ചെയ്യുന്നതാണ്. എന്നിട്ട് റബ്ബ് പറയാ, ഫഹൽ യൻദുറൂന ഇല്ലാ സുന്നത്തൽ അവ്വലീൻ, അവര് കാണുന്നില്ലേ അല്ലെ മുൻഗാമികളായ ആളുകളുടെ നടപടികൾ. സുന്നത്ത് എന്ന വാക്കിന്റെ അർത്ഥം എന്താ? സുന്നത്ത് നടപടി എന്നർത്ഥമുണ്ട്. സുന്നത്ത് റസൂലില്ല എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണ്, നബിയുടെ മാർഗമാണ്. സുന്നത്ത് എന്നുള്ളതിന് ഹദീസും എന്നും അർത്ഥമുണ്ട്. പ്രവാചക വചനങ്ങൾക്ക് ഹദീസ്, അല്ലെ, അതിന് സുന്നത്ത് എന്ന് പറയാം, സുന്നത്തുൻ നബവി. അതുകൊണ്ടാണ് ചില ഹദീസ് ഗ്രന്ഥങ്ങൾ കണ്ടോ, സുനനുൻ നസായി, സുനനു ഇബ്നു മാജ, സുനനു തുർമിദി, അല്ലെ, സുന്നത്ത് എന്ന വാക്കിന്റെ ആണ് സുനൻ. അഥവാ ഹദീസുകൾക്കും എന്ത് ചെയ്യാറുണ്ട്? ആ സുന്നത്ത് എന്ന് മുഹദ്ദിസുകൾ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ നമ്മൾ ഫിഖ്ഹിലൊക്കെ പഠിച്ചു, സുന്നത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്താൽ കൂലിയുണ്ട്, ചെയ്തില്ലെങ്കിൽ കൂലിയില്ല, അല്ലെ, ശിക്ഷയില്ല. ചെയ്തില്ലെങ്കിൽ ശിക്ഷയില്ലാത്തത് ഫിഖ്ഹിൽ നമ്മളത് പറയാറുണ്ട്. സുന്നത്തിന് പല ഡെഫിനിഷനും പറയാറുണ്ട്. എന്നാൽ ഈ വിശുദ്ധ ഖുർആനിൽ ഈ ആയത്തിലെ സുന്നത്ത് എന്നതുകൊണ്ട് ഉദ്ദേശം അള്ളാഹുവിന്റെ നടപടികൾ, മുൻകഴിഞ്ഞു പോയ ആളുകളിൽ അള്ളാഹു ചെയ്ത നടപടി, അള്ളാഹുവിന്റെ ശിക്ഷാ രീതികളുണ്ട്. അവരൊന്നും അത് കാണുന്നില്ലേ? അവരൊന്നും അത് കാണുന്നില്ല. അഥവാ നബിമാർക്കെതിരെ കുതന്ത്രം പ്രയോഗിച്ച് കുറെ ആൾക്കാർ മുന്നിൽ എന്ത് ചെയ്തിട്ടുണ്ട്? കഴിഞ്ഞു പോയിട്ടുണ്ട്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനത നൂഹ് നബിയോട് കാട്ടിയ കുതന്ത്രം, വമക്കറു, അല്ലെ, അള്ളാഹുവിന്റെ പ്രവാചകനെതിരെ അവർ കുതന്ത്രം കാട്ടിയപ്പോൾ അള്ളാഹ് എന്ത് ചെയ്തു? അവർക്കെതിരെ കുതന്ത്രം പ്രയോഗിച്ചു, തന്ത്രം പ്രയോഗിച്ചു. വിശുദ്ധ ഖുർആനിൽ പല അമ്പിയാക്കൾക്കെതിരെയും ആ അമ്പിയാക്കൾ കടന്നു വന്ന ജനത അവരെ തകർക്കാൻ വേണ്ടി, ആ കൊണ്ടുവന്നതിൽ നിന്ന് ആളുകളെ പിൻവലിക്കാൻ വേണ്ടി പല തന്ത്രങ്ങളും പ്രയോഗിച്ചപ്പോൾ അതെന്ത് ചെയ്തില്ല? അതൊന്നും വിജയത്തിലെത്തിയില്ല. ഒരിക്കലും കുതന്ത്രം വിജയത്തിലെത്തൂല എന്ന് പറഞ്ഞതിന് ഒരുപാട് ഉദാഹരണങ്ങൾ മുൻകഴിഞ്ഞു പോയ സമൂഹത്തിലുണ്ട്. സ്വാലിഹ് നബിയുടെ ചരിത്രം, അല്ലെ, അതേപോലെ തന്നെ നൂഹ് നബിയുടെ ചരിത്രം, ഇബ്രാഹിം നബിയുടെ ചരിത്രം, പല അമ്പിയാക്കളുടെയും ചരിത്രങ്ങളിൽ അതുണ്ട്.
ഇതൊന്നും ഇവർക്ക് അറിയാഞ്ഞിട്ട്. മക്കക്കാരെ സംബന്ധിച്ചിടത്തോളം മുൻഗാമികളായ അമ്പിയാക്കളെയും ജനതയെയും നന്നായിട്ട് അറിയാം. കാരണം ഇവിടെ ആരാണ്? ഒരു കച്ചവടക്കാരാണ്. ഒരു കച്ചവടക്കാരായതുകൊണ്ട് തന്നെ എല്ലാ നബിമാരെ സംബന്ധിച്ച് കൃത്യമായി ഇവരെന്ത് ചെയ്തിട്ടുണ്ട്? മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. എന്തേ അവരത് കാണുന്നില്ലേ? ഫലൻ തജിദ ലി സുന്നത്തില്ലാഹി തബ്ദീല. റബ്ബ് പറയണേ, നബിയെ, അള്ളാഹുവിന്റെ നടപടിയിൽ ഒരു തരത്തിലുള്ള മാറ്റവും നിനക്ക് കാണാൻ കഴിയുകയേയില്ല. ലൻ തജിദ, നീ കാണുകയേയില്ല. അള്ളാഹുവിന്റെ നടപടികളിൽ അള്ളാഹ് ഇനി ഒരു മാറ്റം വരുത്തുന്നതായിട്ട് കാണാൻ കഴിയില്ല. അള്ളാഹു നിശ്ചയിച്ച അള്ളാഹുവിന്റെ ചില തീരുമാനങ്ങളുണ്ട്. അതിനനുസരിച്ച് എന്ത് ചെയ്യുള്ളൂ? കാര്യങ്ങൾ നടന്നു പോവുകയുള്ളൂ. വലൻ തജിദ ലി സുന്നത്തില്ലാഹി തഹ്വീല. മറ്റൊരു തബ്ദീല. എന്താ തബ്ദീൽ? റിപ്ലേസ്മെന്റ് എന്നാണ് ശരിക്കും അർത്ഥം. ബദലി അല്ലെ. അള്ളാഹു ഒരു നടപടിക്ക് പകരം വേറൊരു കാര്യത്തെ അള്ളാഹു എന്ത് ചെയ്യൂല? കൊണ്ടുവരില്ല. അതേപോലെ തന്നെ തെഹ്വീലും ചില തെഹ്വീൽ ചെയ്യാന്നാണ് ശരിക്കും അതിനെ മാറ്റിമറിക്കുക എന്നാണ് അർത്ഥം അല്ലെ. ശരിക്കും നമ്മളറിയില്ലേ, ഈ എന്താണ് പണം അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്നതിനെ സംബന്ധിച്ച് എന്ത് ചെയ്യാറുണ്ട്? തെഹ്വീൽ എന്ന് ഉപയോഗിക്കുന്നത്. ഹവാല എന്ന വാക്കറിയാം. ഹവാല ഇടപാട് എന്നൊക്കെ കണ്ടിട്ടുണ്ട്. ഈ ഹവാല എന്ന വാക്ക്, തെഹ്വീൽ എന്ന വാക്ക് ശരിക്കും ഇന്ന് വന്നതാണ്. അല്ല, അത് വേറെ. അത് ഇതല്ലേ, എന്താണ്, ഭാഗ്യപരീക്ഷണ. ഇത് തെഹ്വീലാണ്. തെഹ്വീൽ എന്ന് പറഞ്ഞാൽ മാറ്റിമറിക്കുന്നതാണ്. ഹാല് മാറ്റുക. ഹാൽ എന്ന് പറഞ്ഞാൽ എന്താ? അവസ്ഥ. ഒരവസ്ഥയെ മറ്റൊരു അവസ്ഥയാക്കിയിട്ട് മാറ്റുന്നതിന് എന്താ പറയുക? തെഹ്വീൽ എന്ന് ഉപയോഗിക്കുക. തെഹ്വീൽ. എന്നാൽ തബ്ദീലോ? ഒന്നിന് പകരം മറ്റൊന്നിനെ റിപ്ലേസ് ചെയ്ത് വെക്കുക. ഇപ്പൊ ഉള്ള കാര്യത്തെ ഇല്ലാത്തതാക്കി മാറ്റുക. അല്ലെ, ഒരു കാര്യം അള്ളാഹു നിശ്ചയിച്ചു, ഇനി അത് വേണ്ട എന്ന് വെക്കുന്ന രീതിയില്ല. ഇനി അള്ളാഹു ഒരു കാര്യം നിശ്ചയിച്ചു, അതിന് പകരമായിട്ട് വേറൊരു കാര്യത്തെ അള്ളാഹ് എന്ത് ചെയ്യുന്നില്ല? നിശ്ചയിക്കുന്നില്ല. മുൻഗാമികളായ ആളുകളെ അള്ളാഹു തകർത്ത് കളയാൻ, അള്ളാഹു നശിപ്പിച്ച് കളയാൻ പല രീതികളും ചെയ്യുന്ന അള്ളാഹ് ഉപയോഗിച്ചിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല നടപ്പാക്കിയിട്ടുണ്ട്. അതൊക്കെ അള്ളാഹുവിന്റെ നടപടികളാണ്. ഒരാളെ എങ്ങനെ, ഏത് സന്ദർഭത്തിൽ, എന്ത് വിഷയത്തിൽ ശിക്ഷിക്കണം എന്നുള്ളത് അള്ളാഹുവിന്റെ തീരുമാനങ്ങളാണ്. നബിയെ പരിഹസിച്ചപ്പോൾ പലരും എന്ത് ചെയ്തു? അവർക്ക് താക്കീതായി അള്ളാഹു പല മുൻഗാമികളുടെയും ചരിത്രം വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു കൊടുത്തു. മുൻഗാമികളെ സംബന്ധിച്ച് അതാണ്. ആ ഒരു കാര്യത്തിലും അള്ളാഹു നടപടിയിൽ മാറ്റം വരുത്താൻ പോകുന്നില്ല. ഒരു താക്കീതാണ്. പടച്ച റബ്ബിന്റെ നടപടിയെ നീ എന്ത് ചെയ്തോ? കാത്തിരുന്നോ എന്നുള്ള നിലക്ക്. കാരണം റബ്ബ് മാറ്റൂല. എന്നിട്ട് റബ്ബ് അടുത്ത ആയത്തും അതാ പറയാം, അഫലം യസീറു ഫിൽ അർദ്. ഭൂമിയിലൂടെ അവർ സഞ്ചരിച്ചിട്ടില്ലേ? അവലം യസീറു. സാറ യസീർ. സാറ എന്ന് പറഞ്ഞാൽ എന്താ? സഞ്ചരിച്ചു. സെയ്ർ എന്ന് പറഞ്ഞാൽ സഞ്ചാരം. സെയ്യാറ നമ്മൾ സഞ്ചരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാഹനം. യസീറു, അവർ സഞ്ചരിച്ചിട്ടില്ലേ? ഫിൽ അർദ്, ഭൂമിയിലൂടെ. ഫയൻദുറു, എന്നിട്ട് അവർ കാണുന്നില്ല, നോക്കുന്നില്ലേ? അവർ കണ്ടിട്ടില്ലേ? കൈഫ കാന ആഖിബത്തുൽ ലദീന മിൻ ഖബ്ലിഹിം, മുൻഗാമികളായ അവർക്ക് മുമ്പുണ്ടായിരുന്ന ആളുകളുടെ ആഖിബത്ത്. എന്താ ആഖിബത്ത്? പര്യവസാനം. ഏറ്റവും എൻഡ് എന്നുള്ളതിനാണ് ആഖിബ് എന്ന് പറയാം. ഏറ്റവും അവസാനം, അറ്റം. എത്ര മുൻഗാമികൾ അല്ലാഹ് നശിപ്പിച്ചു. കദ്ദബത്ത് റുസുലും മിൻ ഖബ്ലിക് ഫഹാക ബില്ലദീന കഫറു. നിനക്ക് മുമ്പും ഒരുപാട് അമ്പിയാക്കൾ എന്ത് ചെയ്തിട്ടുണ്ട്? നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. അവർ കൊണ്ടുവന്നതിനെ നിഷേധിച്ചു ജനത. നുണയാണ്, അതുപോലെ തന്നെ മരണമാണ് എന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ചു. പക്ഷെ അവരല്ലാഹ് വെറുതെ വിട്ടോ? ഇല്ല. ഈ ജനങ്ങളെ, നബിനെ പരിഹസിക്കുന്ന ആൾക്കാർ ഇതൊന്നും കാണുന്നില്ലേ? ഭൂമിയിലൂടെ അവർ സഞ്ചരിച്ചിട്ടില്ലേ? ഇവർ സഞ്ചാരപ്രിയരാണ്. മക്കയിലെ ഖുറൈശികളെ സംബന്ധിച്ചിടത്തോളം ശിതാ വരുമ്പോ അവരെടുക്കാൻ പോവാ? ശൈത്യം വരുന്ന സമയത്ത് യമന്റെ ഭാഗത്തേക്ക് യാത്ര. ചൂട് വരുമ്പോൾ, അത്യുഷ്ണം വരുന്ന സമയത്ത് അവർ റോമിന്റെ ഭാഗത്തേക്ക് യാത്ര പോകും. സിറിയ ഭാഗത്തേക്ക് അവർ യാത്ര പോകും. ഖുറൈശികൾക്ക് അല്ലാഹു കൊടുത്ത അനുഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ യാത്രകളിൽ ഇവർക്ക് പല അടയാളങ്ങളും കണ്ടു. മുൻഗാമികളായ സമുദായത്തെ അല്ലാഹ് നശിപ്പിച്ച പല അടയാളങ്ങൾ. ആദ്യ സമുദായം, സോലിഹ് നബിയുടെ സമുദായം, സമൂദ് ഗോത്രം, ഇവരൊക്കെ നശിപ്പിച്ച അടയാളങ്ങൾ ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഇതൊന്നും നമ്മള് ചില ആൾക്കാർ ഈ ആയത്തെടുത്തിട്ട് നാട് മുഴുവൻ തണ്ടാനും നാട് മുഴുവൻ യാത്ര പോകാനുള്ള ആയത്താണെന്നാണ്. അല്ല, ഇത് അള്ളാഹു നശിപ്പിച്ച് കളഞ്ഞ ആളുകളോട്, കുഫാറുകളോട് റബ്ബ് പറയുന്ന വാക്കാ. മുഅ്മിനീങ്ങളോട് നിങ്ങൾ നാട് മുഴുവൻ കണ്ടുവരുന്ന എന്ത് ചെയ്തിട്ടില്ല? പറഞ്ഞിട്ടില്ല. പറഞ്ഞു. മുഅ്മിനീങ്ങളോട് പറഞ്ഞ എന്താ? അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിലേക്ക് നോക്കുക. ആകാശങ്ങളും ഭൂമിയും, ഇവിടെ അള്ളാഹു സംവിധാനിച്ച സംവിധാനങ്ങളും സൗകര്യങ്ങളും, അതിലൊക്കെ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ, അള്ളാഹുവിന്റെ വൈഭവത്തെ, അള്ളാഹുവിന്റെ കുദ്റത്തിനെ കാണാം. ഈമാൻ കൂട്ടാനാ പറഞ്ഞത്. പക്ഷെ നമ്മളെന്ത് ചെയ്യാണ്? എൻജോയ്മെന്റിനാണ് മുഴുവൻ യാത്ര. എന്നിട്ട് അതിന് തെളിവെടുക്കല് ഇങ്ങനത്തെ അവലം യസീറു ഫിൽ അർളി എന്ന് പറഞ്ഞാൽ. പക്ഷെ ഇത് ആരോടാ സംസാരം? മക്കയിലെ നിഷേധികളോടാണ്, സത്യനിഷേധികളോട് അറബ് പറഞ്ഞേ. ഭൂമിയിലൂടെ അവർ സഞ്ചരിച്ചിട്ടില്ലേ? അവർ കാണുന്നില്ലേ? എന്താ കാണേണ്ടത്? ലെ കാനു അശദ്ദ മിൻഹും ഖുവ്വ, മുൻഗാമികളായ ആൾക്കാർ ഒരെക്കാളും ഖുവ്വത്തുള്ള ആൾക്കാരാ. അശദ് എന്ന് പറഞ്ഞാൽ അതിശക്തമായ ഖുവ്വത്ത്. ഖുവ്വത്ത് എന്ന വാക്കിന്റെ അർത്ഥം ശക്തി, അല്ലേ? ശക്തി, ബലം എന്നൊക്കെ പറയാം. ലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാഹ്. ഏറ്റവും വലിയ ശക്തിയും ബലവും ആർക്കാൻ? അള്ളാഹുവിനാണ്. പടച്ച റബ്ബിൽ തവക്കുലാക്കാനാണ് അത് പറയാം. ഇവരുടെ
ഇവർക്ക് കൊടുത്ത കഴിവുണ്ട്. കുറെ പാറ തുരന്ന് വീടുണ്ടാക്കിയ ജനത. വിശുദ്ധ ഖുർആനിലത് യൻഹിതൂന ബുയൂതഹും, അവര് പാറ ഇങ്ങനെ തുരന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവര് വീടുകൾ ഉണ്ടാക്കിയിരുന്നത്. ഇവരെക്കാളും അശക്തന്മാരായ ആളുകൾ ലം യുഖ്ലഖ് മിസ്ലുഹാ ഫിൽ ബിലാദ്. റബ്ബ് പറയാണ്, ഭൂമി ലോകത്ത് അള്ളാഹ് അങ്ങനത്തെ ഒരു പടപ്പുകളെ പടച്ചിട്ടില്ല. ശക്തന്മാരായ മല്ലന്മാരായ ആളുകളെ സംബന്ധിച്ച് റബ്ബ് പറയാം. എന്നിട്ടോ അവരൊക്കെ ലകഅന്നഹും മഅജാസു നഖ്ലിൻ ഖാവിയ ഹൽ തറാ ലഹും മിൻ ബാഖിയ. റബ്ബ് പറയാണ്, വെട്ടിയിട്ട ഈത്തപ്പന തണ്ട് പോലെ ഇങ്ങനെ ഒരു കാറ്റ് വീശിയപ്പോ ജീവൻ പോയി ചത്തു കിടക്കുന്ന ശവങ്ങളായി മലർന്നു കിടന്നത് അവരെല്ലാം ഇത് അള്ളാഹ് അവർക്ക് കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറയാ ഹൽ തറാ ലഹും മിൻ ബാഖിയ, എന്തെങ്കിലും ഒന്ന് അവർ കെട്ടിയുണ്ടാക്കിയതിൽ ബാക്കിയുണ്ടോ? ഒന്നുമില്ല, നശിപ്പിച്ച് കളഞ്ഞില്ലേ. അപ്പൊ എത്ര വലിയ അഹങ്കാരം പറഞ്ഞ് നടന്നിട്ടും കാര്യമില്ല. ഇവിടെ ഇസ്തിക്ബാറൻ ഫിൽ അർളി വമക്റസയ്യിന്റെ ഖുറൈശികളോട് പറഞ്ഞെടുക്കുക, ഭൂമിയിലൂടെ നടന്നോ, പലരെയും അള്ളാഹ് എന്ത് ചെയ്ത്, നിങ്ങളെക്കാളും വലിയ മല്ലന്മാരെ അള്ളാഹ് തകർത്ത് കളഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവഹേളിക്കാനും പരിഹസിക്കാനും നിങ്ങൾ നിൽക്കണ്ട. നബി കൊണ്ടുവന്നതിനെ സ്വീകരിച്ചോ എന്നൊരു ഓർമ്മപ്പെടുത്തല. വമാ കാന അല്ലാഹു ലിയുഅ്ജിസഹു മിൻ ശൈഇൻ ഫിസ് സമാവാതി വലാ ഫിൽ അർള്. വമാ കാന അല്ലാഹു ലിയുഅ്ജിസഹു, അള്ളാഹുവിനെ തോൽപ്പിക്കാൻ ഒരാൾക്കും കഴിയൂല. ശരിക്കും അഅ്ജസ എന്ന വാക്കിന്റെ അർത്ഥം അശക്തമാക്കാൻ. ഇപ്പൊ മുഅ്ജിസത്ത് എന്ന വാക്കില്ലേ, ഇത് മുഅ്ജിസത്ത്. ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ഈ ഏറ്റവും വലിയ മുഅ്ജിസത്താണ് നമ്മളെ കയ്യിലുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങി കൊടുത്തല്ലേ. അമാനുഷികത എന്ന് പറയുമ്പോൾ പൊതുവെ നമ്മളതിന് അർത്ഥം പറയല അമാനുഷികത ആണ്. മനുഷ്യന് കഴിയാത്ത, പക്ഷെ ജിന്നിനും കഴിയൂല. ഇത് മനുഷ്യനും കഴിയൂല, ജിന്നിന്. ലോകത്തെ ആൾക്കാർ മുഴുവൻ ഒരുമിച്ച് കൂടിയാലും മനുഷ്യർക്കും കഴിയൂല, ജിന്നും മനുഷ്യരും ഒരുമിച്ച് കൂടിയാലും കഴിയൂല. ജിന്നു വൽ ഇൻസു അല അൻ യഅ്തു ബിമിസ്ലി ഹാദൽ ഖുർആൻ, ഇതുപോലത്തെ ഒരു ഖുർആൻ കൊണ്ടുവരാൻ കഴിയൂല. ദൈവികത എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ അല്ലേ, ഒരു ദൈവികത, അതായത് തെളിവാണ്. ഒരാൾക്കും തോൽപ്പിക്കാൻ പറ്റാത്ത തെളിവനാണ് ശരിക്കും എന്താ പറയാ, മുഅ്ജിസത്ത് എന്ന് പറയാം. ഇതിങ്ങനെ കൊണ്ടുവരാൻ അശക്തരാണ് ആളുകള്. അജിസാണ്, ആജിസ്. മനുഷ്യൻ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ആജിസാണ്. ആജിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദുർബലൻ എന്നാണ്. ഖുർആൻ കൊണ്ടുവരാൻ കഴിയും ആർക്കെങ്കിലും? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വടി കടലിലടിച്ച് എന്താണ്, അത് രണ്ടും പിളർന്നിട്ട് കത്തൗദ്, വലിയ പർവ്വത സമാനമായി എന്ത് ചെയ്ത് രണ്ട് ദിശയിലേക്ക് മാറി, വലിയ പർവ്വതങ്ങളായിട്ട് തിരമാല മാറി. കാണാൻ നല്ല കൗതുകകരം, ഭയങ്കര അത്ഭുതകരം. ആലോചിക്ക്, അതിലും വലിയ അത്ഭുതമാണ് വിശുദ്ധ ഖുർആൻ എന്നാൽ. ഈ ഖുർആൻ ഒരു ലോകമാണ്, ഖുർആൻ ഒരു മഹാവിസ്മയമാണ്. നമ്മളറിയില്ലേ, ചില വണ്ടിയന്മാരൊക്കെ പറയും ഖുർആൻ ഒരു ബഹറാൻ. ബഹർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാവരും ഒരേ കോലത്തിലല്ല ബഹർ കാണുക. പലരും നമ്മളൊക്കെ ബഹർ കാണുക, കടൽ കാണാൻ പോയാൽ ഇങ്ങനെ കാലൊന്നും നനച്ചിങ്ങനെ പോരും. മുക്കുവന്മാര് കടലാണല്ലോ അല്ലെ, അവര് അതിന്റെ മത്സ്യസമ്പത്ത് മുഴുവൻ, അതിന്റെ കോളും അതിന്റെ എല്ലാം കണ്ടവരാണ് അവർ. ചില ആൾക്കാരുണ്ട് ഇതിന്റെ ഡീപ്പിലേക്ക് എന്ത് ചെയ്തു, ഓഷ്യോളജി, ഓഷ്യൻ ഇതൊക്കെ പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ അടിയും മുത്തും കാണുന്ന ആൾക്കാരാണ് അല്ലെ. ദിവസങ്ങളോളം അതില് കടന്നിട്ട് ഗവേഷണം നടത്തുന്ന ഓരോന്നിനും ഓരോ അത്ഭുതങ്ങൾ. വിശുദ്ധ ഖുർആൻ അല്ലെ, ഇതിന്റെ ഓരിങ്ങനെ ഓതിപ്പോകുന്ന വേറൊരു പാരായണത്തിൽ മാത്രമാണെങ്കിൽ അതിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ കഴിയൂല. അതിന്റെ അർത്ഥങ്ങളും അതിന്റെ വാക്കും അതിന്റെ വിശാലതയും അതിൽ അള്ളാഹു നൽകുന്ന സന്ദേശവും ഒക്കെ ഉൾക്കൊള്ളുമ്പോഴാണ് ഇതൊരു വലിയ ലോകമാണ്. കാരണം ഇതൊരു ലോകമാണ്, ആ ലോകത്തിലേക്കുള്ള തുടക്കമാണ് അൽ ഫാത്തിഹ. ഫാത്തിഹ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താ? ഫതഹ എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്കും തുറന്നു എന്നാണ്. ശരിക്കും ഫാത്തിഹ എന്ന് പറഞ്ഞാൽ ഇതൊരു വിസ്മയ ലോകത്തേക്കുള്ളൊരു തുറക്കലാണ്. സൂറത്തുൽ ഫാത്തിഹ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അള്ളാഹുവിനെ സംബന്ധിച്ച് സംസാരിച്ച് അള്ളാഹു നൽകുന്ന ചില സന്ദേശങ്ങൾ. വിശുദ്ധ ഖുർആൻ ഭയങ്കര സംഭവമാണ്. അല്ലാതെ ഞാൻ, കാരണം ഈ മുഅ്ജിസത്ത് എന്ന് പറഞ്ഞ വന്ന വാക്ക് വന്നപ്പോഴേ, ലിയുഅ്ജിസഹു, ഇനി മറക്കാതിരിക്കാൻ, ആർക്കും തോൽപ്പിക്കാൻ കഴിയൂല ആരെ? അള്ളാനെ. മിൻ ശൈഇൻ, ഒന്നിനും, ഫിസ് സമാവാതി വലാ ഫിൽ അർള്, ആകാശങ്ങളിലോ ഭൂമിയിലുള്ള ഒന്നിനും എന്ത് ചെയ്യാൻ പറ്റില്ല, അള്ളാഹു കൊണ്ടുവന്നതിനെ തോൽപ്പിച്ചു കളയാൻ സാധ്യമാവുകയില്ല. ഇന്നഹു കാന അലീമൻ ഖദീറ, തീർച്ചയായും അള്ളാഹു അങ്ങേറ്റം അറിവുള്ളവനാണ്, അങ്ങേറ്റം കഴിവുള്ളവനാണ്. അലീം അള്ളാഹുവിന്റെ ഏറ്റവും നല്ല നാമമാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത് വിശദീകരിച്ചു. ഖദീർ, എന്താ ഖദീർ? അങ്ങേറ്റം, ഫഈൽ വസനാണ്. അതിനപ്പുറത്തേക്ക് ഇനി ഒരു കഴിവുള്ളവനില്ല. അതായത് അള്ളാഹ് എന്ന് വിളിക്കുമ്പോൾ കിട്ടുന്ന സമാധാനം, കാരണം അലീമായ, എന്റെ അവസ്ഥ അറിയണത് ആരാണ്? അള്ളയാണ്. എന്റെ അവസ്ഥ കൃത്യമായി അറിയുന്നവൻ അള്ളയാണ്. ആ അവസ്ഥയിൽ എനിക്ക് ആശ്വാസം നൽകാൻ കഴിവുള്ളവനുമാരാൻ? അള്ളയാണ്. അപ്പൊ നമുക്ക് വേറെ ഒന്നിലേക്ക് പോകേണ്ട ഒരു ആവശ്യമില്ല അല്ലെ. അപ്പൊ അള്ളാഹിനെ ഓർമ്മിപ്പിച്ചു. അവസാനത്തെ ആയത്ത് കൂടെ എടുത്തിട്ട് അവസാനിപ്പിക്കുകയാണ്. വലൗ യുആഖിദുല്ലാഹു الناس ബിമാ കസബു, വലൗ യുആഖിദുല്ലാഹു الناس ബിമാ കസബു, അള്ളാഹുങ്ങാനും മനുഷ്യന്മാരെ പിടിക്കാൻ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ. അഹദ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? പിടിച്ചു എന്നാണ്.
ഇവിടെ യുആഖിദു എന്ന് പറഞ്ഞാൽ ശിക്ഷ കൊണ്ട് പിടിക്കുക എന്നാണ് അർത്ഥം. അള്ളാഹ് ആരെങ്കിലും ശിക്ഷിക്കാൻ വേണ്ടി ആരവിടെ ഉദ്ദേശിച്ച അന്നാസ് ജനങ്ങളെ ശിക്ഷിക്കാൻ വേണ്ടി അള്ളാഹ് ഉദ്ദേശിക്കുമായിരുന്നെങ്കിൽ എന്തിന്റെ പേരിൽ ബിമാ കസബു അവർ പ്രവർത്തിച്ചതിന്റെ പേരിൽ കുറെ ചെയ്തിനില്ല നമ്മളെ ആലോചിക്കുക. അള്ളാഹ് എങ്ങാനെ പിടിക്കാൻ നിന്നെങ്കിൽ നമ്മളെ കുട്ടികളോട് പറയും ഞാൻ കാണിച്ചു കഴിഞ്ഞാൽ അപ്പൊ വിട്ടതുകൊണ്ടാ അല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും നമ്മൾ പറയില്ലേ. റബ്ബ് പറയാൻ മനുഷ്യന്മാര് ചെയ്തതിന്റെ പേരിൽ ഞാൻ അവരെ എങ്ങാനും പിടിക്കാൻ നിന്നിരുന്നെങ്കിൽ മാ തറക അലാ വഹ്രിഹാ മിൻ ദാബ്ബ ഭൂമിന്റെ മുഖത്ത് ഒരു ദാബത്ത് പോലും ഉണ്ടാവുമായിരുന്നില്ല. എന്താ ദാബത്ത്? ദാബത്തിൽ അറന്ന് കേട്ടിട്ടുണ്ടല്ലോ. ഇത് ദാബത്ത് എന്ന് പറഞ്ഞാല് എന്താണ് ഒരു ജീവനെ എഴഞ്ഞു നീങ്ങണ ജീവിക്കാൻ ശരിക്കും ദാബത്ത് എന്ന് പറയാം. എഴജന്തു എന്നറിയില്ലേ, ഉറുമ്പ് അല്ലെങ്കിൽ ഈ പാമ്പ് അതല്ലെങ്കിൽ ഈ മണ്ണിര പോലത്തെ സാധനമൊക്കെ ഉണ്ടല്ലോ. ദബ്ബ യദിബു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വയറ് മണ്ണിലൊട്ടിച്ചിട്ട് ഇങ്ങനെ എഴഞ്ഞു നീങ്ങാനാണ് ദബീബ എന്ന വാക്ക് ഉപയോഗിക്കുക. ദാബത്ത് എന്ന വാക്ക് അതാണ്. പക്ഷെ ദാബത്തുലർന്ന് ഇതുമായി ബന്ധപ്പെട്ട് അന്ത്യനാളുമായി ബന്ധപ്പെട്ട് വരുന്ന സംഭവം റസൂലുള്ളാഹി വിശദീകരിച്ചത്. ഇത് ജീവനാണ്, ഒരു ജീവി പോലും ഒരു ഉറുമ്പ് പോലും അവിടെ ഉണ്ടാവില്ല, ഭൂമുഖത്തുണ്ടാവില്ല. കാരണം അള്ളാഹുവിന്റെ ശിക്ഷ വന്നു കഴിഞ്ഞാൽ എല്ലാം തുടച്ചു നീക്കുന്നാൻ. പക്ഷെ അള്ളാഹ് എന്ത് ചെയ്തില്ല, പിടിച്ചിട്ടില്ല. അള്ളാഹു സിറ്റീറാൻ, തിന്മകളെ മൂടി വെക്കുന്നവനാൻ. ചില സമയത്ത് ഭയങ്കര നിയമത്താൻ. അള്ളങ്ങാനും പിടിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഭൂലോകത്ത് പോലും ഒന്നും ഉണ്ടാവുമായിരുന്നില്ല. ലോകത്ത് ചില ആളുകൾ കാണിക്കുന്ന അക്രമങ്ങൾ കാണണം അല്ലേ. പിഞ്ചു കുഞ്ഞുങ്ങളെ വരെ ബോംബിട്ട് കൊല്ലുന്ന അതിക്രൂരന്മാര് ജീവിക്കുന്ന രാജ്യത്തും നാടുകളിൽ നമ്മൾ പറയും അള്ളാഹ് വേറെ കണ്ണടിച്ചിരിക്കാനല്ല. ചില യുക്തിവാദികൾ പറയും എന്താണ് നിങ്ങൾ അള്ളാഹോടെ എന്നൊക്കെ വെച്ച് പരിഹസിക്കണ കാണാം. അള്ളങ്ങാനും പിടിക്കാൻ നിന്നിരുന്നെങ്കിൽ ഒരു മനുഷ്യനും ഇവിടെ ലോകത്തുണ്ടാകുന്ന ഒരു ജീവി പോലും ഉണ്ടാവുമായിരുന്നില്ല. റബ്ബ് പറയാം അല്ല ലൊഹരിഹ എന്ന് പറഞ്ഞാൽ ലൊഹറുൽ ലൊഹർ എന്ന് പറഞ്ഞാല് മുതുക് എന്നർത്ഥമുണ്ട്, ഭൂമുഖം എന്നർത്ഥമുണ്ട്. ഭൂമുഖത്ത് ആരുണ്ടാവില്ല, ഒരു ദാബത്ത് പോലും ഉണ്ടാവൂല. വലാക്കിൻ പക്ഷേ അള്ളാഹ് യുഅഖിറുഹും അതങ്ങനെ എന്താ അഖറു ലൈറ്റ് ആക്കുക, അവധി കൊടുക്കുക അല്ലെ, വൈകിപ്പിക്കുക. അഖറ എന്ന് പറഞ്ഞാൽ വൈകിപ്പിക്കുകയാണ്. ഇല അജലിൻ മുസമ്മ പറയപ്പെട്ട ഒരു അവധി വരെ. ഖിയാമത്ത് അല്ലെ അള്ളാഹ് അവിടുന്ന് കൊടുക്കണ ശിക്ഷയിൽ കണ്ണ് വരെ തള്ളുമെന്നാണ് പറഞ്ഞത് ഖിയാമത്ത് നാളിലുള്ള ശിക്ഷയെ സംബന്ധിച്ച്. അന്ന് ഈ വലിയ ക്രൂരന്മാരൊന്നും അള്ളാഹുവിന്റെ കോടതിയിൽ എന്താവൂല, രക്ഷപ്പെടാൻ കഴിയൂല. എത്ര വലിയ ഉരുമ കാട്ടിയവനും അവിടെ നാളെ വിചാരണ, അതാണ് ഹിസാബ്. നീതി നടപ്പാക്കപ്പെടുന്ന ഒരു നാള് വരാനുണ്ട്. അപ്പൊ പറയാണ് ഒരു അവധി നാള് വരെ. അജൽ എന്ന വാക്കിന്റെ അർത്ഥം അവധി. മുസമ്മ എന്ന് പറഞ്ഞാൽ ഒരു പേര് പറയപ്പെട്ട ഒരു അവധി വരെ, നിശ്ചിതമായ ഒരു അവധി വരെ അള്ള ഇങ്ങനെ നീട്ടിക്കൊടുത്തതാണ്. അതുവരെ അള്ള അവരെ നോക്കിക്കൊണ്ടിരിക്കാൻ. അജലുഹും അവരുടെ അവധി കടന്നു വന്നാൽ അവിടെ കടന്നു വന്നാൽ എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്താ അവസ്ഥ എന്ന് പറഞ്ഞിട്ടില്ല. അവരുടെ അവധി എങ്ങാനും കടന്നു വന്നാൽ തീർച്ചയായും അള്ളാഹു അവന്റെ ഇബാദുകളെ ദാസന്മാരെ സംബന്ധിച്ച് ഉൾക്കാഴ്ചയുള്ളവനാണ്. ബസീർ എന്ന് പറഞ്ഞാൽ അല്ലെ നമ്മൾ എന്താ ചെയ്തത്, നമ്മൾ എവിടെ വരെ പോകും, നമ്മൾ ചെയ്തതിന്റെ അവസ്ഥകളെ സംബന്ധിച്ച് കൃത്യമായി ബസീറത്തുള്ളവനാണ് ആര്? അള്ളാഹു സുബ്ഹാനഹു വ തആല കണ്ടറിയുന്നവനാണ്. കാര്യങ്ങളെ മുഴുവൻ കണ്ടറിഞ്ഞ് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. മനുഷ്യൻ ചെയ്തത് നന്മയാണോ നല്ല പ്രതിഫലം, തിന്മയാണോ അതിന് മോശമായ പര്യവസാനം. നാളെ പരലോകത്ത് വിചാരണ നാളിനെ സംബന്ധിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലുമായിട്ടാണ് ഈ സൂറത്ത് വിരാമം കുറിക്കുന്നത്. എത്ര വലിയ ശക്തമായ ആയത്തുകളാണ് അന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചത് എന്ന് പറയുമ്പോൾ ജീവിതത്തിൽ നമ്മളെ വല്ലാതെ റബ്ബിലേക്ക് കൂടുതൽ അടുക്കാൻ പ്രേരിപ്പിക്കുന്ന ആയത്തുകളാണിത്. അള്ളാഹുവിന്റെ കഴിവിനെ, അള്ളാഹുവിന് മുമ്പിലുള്ള വിചാരണയെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് നമ്മൾ വിനീതനായി വളരെ വിനയത്തോടെ കഴിയേണ്ടതിനെ, വിശുദ്ധ ഖുർആൻ പഠിക്കേണ്ടതിനെയൊക്കെ ഓർമ്മിപ്പിക്കുന്നതായിരുന്നു ഈ അവസാനത്തെ 4 ആയത്തുകൾ. അള്ളാഹുവിന് നന്ദി ചെയ്യുക. കാരണം ഒരു വിശുദ്ധ ഖുർആനിന്റെ സൂറത്ത് ഫാത്തിർ എന്ന വാക്കിന്റെ അർത്ഥം നമുക്കറിയാം, അള്ളാഹുവിന്റെ നാമമാണ്. ഫാത്തിർ എന്ന് പറഞ്ഞാൽ എന്താ? സൃഷ്ടിക്കുന്നവൻ എന്നർത്ഥം. സൃഷ്ടാവ് അല്ലെ, മുൻമാതൃകയില്ലാതെ എല്ലാ നിലക്കും പുതിയതായി ഒരു കാര്യത്തെ സൃഷ്ടിക്കുന്നവൻ എന്നൊരർത്ഥമുണ്ട്. ഫാത്തിർ സമാവാതി വൽ അർദ്, ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചവൻ എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പൊ അള്ളാഹുവിനെ സംബന്ധിച്ച് പറഞ്ഞൊരു സൂറത്തിന്റെ വിശദീകരണമാണ് നമ്മളിവിടെ ഈ പള്ളിയിൽ ഇന്ന് നിർവഹിച്ചത്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഖുർആനിൽ 114 സൂറത്തുകളുണ്ട്. 114 സൂറത്തുകളെയും മനസ്സിലാക്കാനും ആ ഒരു കടലിലേക്ക് ഇറങ്ങി അതിന്റെ സൗന്ദര്യവും അതിന്റെ ആഴവും പരപ്പും തിരിച്ചറിഞ്ഞ് അത്ഭുതം കൊള്ളാനും അതനുസരിച്ച് ജീവിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു എല്ലാവിധ നന്മകളും നൽകട്ടെ, എല്ലാവിധ ആശ്വാസവും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. ഖുർആൻ നമ്മുടെ ഹൃദയ വസന്തമാക്കി തരുമാറാവട്ടെ. ഖുർആനിന്റെ ഏറ്റവും നല്ല വിശദീകരണമായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം, അതനുസരിച്ച് ആ ഒരു ജീവിതത്തെ മാതൃകയാക്കുന്ന ഏറ്റവും നല്ല പ്രവാചക
അനുയായികളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ അള്ളാഹു സ്വലാത്തും സലാമും വർഷിപ്പിക്കുമാറാവട്ടെ. അവിടുത്തെ കുടുംബത്തിന്റെ മേലും അള്ളാഹു ധാരാളം സ്വലാത്തും സലാമും വർഷിപ്പിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകനെ ഇഷ്ടപ്പെടുന്ന, പ്രവാചകന്റെ സുന്നത്തുകളെ അനുധാവനം ചെയ്യുന്ന ഏറ്റവും നല്ല മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. വിശുദ്ധ ഖുർആൻ നമ്മുടെ സ്വഭാവം നന്നാക്കട്ടെ. വിശുദ്ധ ഖുർആൻ നമ്മുടെ സംസ്കാരം നന്നാക്കട്ടെ. അല്ലെ, സംസ്കാരങ്ങളൊക്കെ കെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ ചുറ്റുപാടും. എല്ലാവരും വിലപിക്കണം ഓരോന്ന് കാണുമ്പോൾ. ഈ സംസ്കാരവും സ്വഭാവവും ഒക്കെ നല്ല നിലക്ക് കടന്നു വരുന്നത് ഖുർആനിലൂടെയാണ്. കാരണം ഏറ്റവും നല്ല സ്വഭാവം തിരുനബിയുടേതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സ്വഭാവം ഖുർആനാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. അള്ളാഹു നമ്മളെ ഏറ്റവും നല്ലവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ തിന്മകൾ വിട്ടുപുറത്ത് മാപ്പാക്കി തെരുമാറാവട്ടെ. നമ്മുടെ ഇണകളിൽ, നമ്മുടെ മക്കളിൽ അള്ളാഹു കൺകുളിർമ പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ സമ്പത്തിൽ അള്ളാഹു ഖൈറും ബർക്കത്തും ചെയ്യട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ജസാക്കുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.